ഹായ് ഗായ്സ്, ചില്ലീസ് വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈസി ആയിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് ഉണ്ടാക്കുന്നത്. അതെ, അത് തന്നെ തമ്പനിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളല്ലേ. ഡോണറ്റ് ഉണ്ടാക്കി തുടങ്ങാം നമുക്ക്. അതിനാവശ്യമായത് 1 ഗ്ലാസ് മൈദ, ഒരു പിഞ്ചുപ്പ്, 1/2 ഗ്ലാസ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂണോളം ഓയിലും വേണം. അത് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് അരമണിക്കൂർ റെസ്റ്റിന് വെക്കുകയും വേണം. അത് നല്ലോണം കുഴച്ച് കുറച്ച് നേരം കൂടുതലൊന്നും കുഴച്ച് വൃത്താക്കി വെക്കണം. അരമണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ നല്ലോണം പൊന്തി വന്നു കേട്ടോ. നല്ലോണം പൊന്തി വന്നപ്പോൾ ഞാനത് ഒന്നുകൂടി കുഴച്ചിട്ട് നല്ലോണം ഒന്നുകൂടി പതവരുത്തണം. അത് നല്ലോണം കുഴച്ചിട്ട് ഒന്നുകൂടി അത് പദം നല്ലോണം ആക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടി അത് ഒരു 10 മിനിറ്റോളം നന്നായി കുഴച്ച് വെച്ചിട്ട് അത് നമ്മൾ ഉഴുന്നുവടയുടെ രൂപമല്ലേ, ഡോണറ്റൊക്കെ നമ്മൾ തിന്നിട്ടുണ്ടാവും, എന്നാലും ഉഴുന്നുവടയുടെ ഒരു രൂപം അതുപോലെ ആക്കി നമ്മൾ വെക്കുക. എന്നിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഈ ഡോണറ്റിൻ്റെ ബേസിൻ്റെ മേലെ കോഴിമുട്ടയുടെ ഈ പൊടിയില്ലേ അതിൻ്റെ മേലെ കോഴിമുട്ടയുടെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരമണിക്കൂർ പ്രീഹീറ്റ് ചെയ്യാൻ ഓവനിലേക്ക് ഇടുക. അത് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കണ്ടില്ലേ നിങ്ങൾ, നല്ല സോഫ്റ്റായിട്ട് കേട്ടോ വന്നത്, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യമായ 250 ഗ്രാമോളം ചോക്ലേറ്റ് നമ്മൾ ഉരുക്കി വയ്ക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായ അതിന് ഗാർണിഷിങ്ങിന് വേണ്ട സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ ആ ഡോണറ്റിൻ്റെ ബേസിൽ നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കൊടുത്തു. നല്ല സോഫ്റ്റുള്ള ഡോണറ്റിൻ്റെ മേലെ നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കൊടുത്തു. എല്ലാത്തിലും നമ്മൾ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഡിപ്പ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. നല്ല കളർഫുള്ളായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല കളറിൽ അങ്ങനെ ഇതായിട്ട് ഇട്ട് കൊടുത്തു. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഡോണറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കളും കഴിച്ച് നോക്കി, അതും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണം. സബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്